Soak into my skin. എൻ്റെ പേര് സരിത രമേശ്. എൻ്റെ വീട് തൃശ്ശൂർ പുതുക്കാട് ചെങ്ങാലൂരാണ്. ഞാൻ ചെയ്യുന്നത് 50 വെറൈറ്റി അച്ചാറുകളാണ്. ഞാൻ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് കൂടുതൽ കാന്താരി പിക്കിൾസിലാണ്. അതായത് വെളുത്തുള്ളി കാന്താരി, മാങ്ങ കാന്താരി, മാങ്ങിഞ്ചി കാന്താരി, അങ്ങനെ ഒരു 10-20 വെറൈറ്റിയോളം കാന്താരിയിൽ അച്ചാറുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 4 വർഷമായിട്ട് അച്ചാറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചമ്മന്തിപ്പൊടികളും ചെയ്യുന്നുണ്ട്. ഞാൻ കൂടുതൽ എക്സിബിഷൻസ് ആണ് എടുക്കാറ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് സരിത ഫുഡ് പ്രോഡക്ട്സ്. 50ഓളം വെറൈറ്റി പിക്കിൾസ് ആണുള്ളത്. കൂടുതൽ ഡേറ്റ്സിൽ തന്നെ ഒരു 12ഓളം വെറൈറ്റി അച്ചാറുകളുണ്ട്, ഡേറ്റ്സ് മിക്സ് ചെയ്തിട്ട്. പിന്നെ കാന്താരി പിക്കിൾസും ഒരു 10-18 വെറൈറ്റി കാന്താരി പിക്കിൾസ് ഉണ്ട്. നമ്മളിവിടെ എക്സിബിഷനിൽ വന്നുകൊണ്ട് നമ്മളുടെ പ്രോഡക്റ്റുകൾ ആളുകൾക്ക് പരിചയപ്പെടുത്താനും വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ പിക്കിൾസൊക്കെ ചെയ്യുന്ന എൻ്റെ വീട്ടിൽ തന്നെയാണ്. വീട്ടിലൊരു ചെറിയ സംരംഭം, എല്ലാം ഞാൻ തന്നെ ചെയ്യുകയാണ്. കുറേശ്ശെയാണ് ചെയ്യുന്നത്. എൻ്റെ പേര് ഗിരീഷ്. ഞങ്ങളുടെ സ്ഥലം ആലപ്പുഴയാണ്. നമ്മൾ ചെയ്യുന്നത് ബനാന ചിപ്സ്, ഫ്ലേവേർഡ് ബനാന ചിപ്സ് ആണ്. നമുക്ക് 5 ഫ്ലേവറാണ് മൊത്തമുള്ളത്. നമുക്ക് ക്ലാസിക്, പെരി, കാന്താരി, പെപ്പർ സോൾട്ട്, ഹണി, ഇങ്ങനെ 5 ഫ്ലേവറാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാക്കിംഗ് ആണ് ഞങ്ങളുടേത്. ടിൻ ബേസ്ഡ് പാക്കിംഗ് ആണ്. 150 ഗ്രാമിൻ്റെ ടിൻ ബേസ്ഡ് പാക്കിംഗ് ആണ് നമുക്കുള്ളത്. ചിപ്സിൽ ഒരു വേറിട്ട ഒരു അനുഭവമാണ് നമ്മളിപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. പൊട്ടറ്റോ ചിപ്സിനെ പോലെ തന്നെ ഫ്ലേവേർഡ് ചിപ്സ് ആണ് നമ്മളും ഉദ്ദേശിക്കുന്നത്. അതിൽ ബനാനയിൽ വരുമ്പോൾ അതൊരു പ്രത്യേക ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നിങ്ങളെല്ലാവരും മസ്റ്റ് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് വരുന്നത് ചേർത്തലയിലാണ്. ചേർത്തല പള്ളിപ്പുറം ആണ് നമ്മുടെ യൂണിറ്റ്. ABG അസോസിയേറ്റ്സ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര്. നമ്മുടെ ബി നാന എന്നുള്ളതാണ് നമ്മുടെ ബ്രാൻഡ് നെയിം, ബി നാന. ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സൂപ്പർ മാർക്കറ്റ്സ്, അതേപോലെ ആമസോണിലും. ഞങ്ങളുടെ ഓൺ വെബ്സൈറ്റ് bnana.in എന്ന ഞങ്ങളുടെ ഓൺ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് ഞങ്ങളുടെ പ്രോഡക്റ്റ്. എല്ലാവരും മസ്റ്റായിട്ട് വാങ്ങിച്ച് ട്രൈ ചെയ്യാം. നമുക്ക് ഗവൺമെൻറ് ഒരുക്കി തന്ന ഏറ്റവും വലിയൊരു എക്സിബിഷനാണിത്. നമ്മൾ നടത്തിയിട്ടുള്ളതിൽ വെച്ചിൽ ഏറ്റവും ഓർഗനൈസ്ഡും ഏറ്റവും നല്ല രീതിയിലുള്ളൊരു എക്സിബിഷനാണ് ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് മാക്സിമം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നല്ല എറണാകുളം മാർക്കറ്റിലേക്ക് ഞങ്ങൾ എൻട്രി ആയിട്ട് ജസ്റ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ എറണാകുളം നല്ല ഓൾ കേരള നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ആൾക്കാരെല്ലാവരിലേക്കും നമ്മുടെ പ്രോഡക്റ്റ് എല്ലാവരെയും കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യുക, ആൾക്കാരതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ബനാന ചിപ്സിലെ ഫ്ലേവറിലേക്ക് എല്ലാവരും വരിക എന്നതാണ് നമ്മുടെ എല്ലാവരിലേക്കും അത് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം. ഗവൺമെന്റിൽ നിന്നും ഓൾറെഡി ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വ്യവസായ വകുപ്പിന്റെ സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. നമ്മുടെ യൂണിറ്റ്സും കാര്യങ്ങളും അവർ വിസിറ്റ് ചെയ്യും, അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്. നമുക്ക് ഓൾറെഡി PMAF-ൽ ലോണും എല്ലാം സാങ്ഷൻ ആയിട്ടുണ്ട്, നമുക്ക് ഓൾറെഡി ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കൂടുതൽ ഞങ്ങൾക്ക് വേണ്ടത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് എക്സ്പോർട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സപ്പോർട്ടുകളും കാര്യങ്ങളും കിട്ടിയാൽ വളരെ നന്നായിരിക്കും. ഞങ്ങൾക്ക് മാക്സിമം ഞങ്ങളുടെ പ്രോഡക്ട്സ് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും എത്തിക്കാനുള്ള സഹായങ്ങൾ കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരുന്നു. ഓൾറെഡി കിട്ടുന്നുണ്ട്, കുറച്ചുകൂടി നല്ല രീതിയിൽ കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരുന്നു. എൻ്റെ പേര് മിനി റോയ്. ഞാൻ
വില്ലി ഫുഡ്സ് എന്ന സ്ഥാപനം നടത്തി വരുന്നു. എൻ്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. ഞാൻ മില്ലറ്റ് ബേസ്ഡ് പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഹെൽത്ത് ഓറിയൻറ്റഡ് പ്രോഡക്റ്റ് ആണ്. അതിൽ മില്ലറ്റിൻ്റെ കഞ്ഞി മിക്സ്, ഹെൽത്ത് മിക്സ്, പുട്ടുപൊടികൾ, മുളപ്പിച്ച റാഗി പൗഡർ, മില്ലറ്റിൻ്റെ ഇടിയപ്പപ്പൊടി, മുസ്ലീസ്, പാസ്ത, നൂഡിൽസ്, സേമിയ, ചിക്കീസ്, കുക്കീസ് ഇവയെല്ലാം ഉണ്ട്. അതുകൂടാതെ ചോളം, ഗോതമ്പിൻ്റെ പുട്ടുപൊടി, റാഗിയുടെ പുട്ടുപൊടി, പൗഡറുകൾ, ചെമ്പാ പുട്ടുപൊടി ഇവയെല്ലാം ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ട്. ഇതുകൂടാതെ മില്ലറ്റ്സിൻ്റെ അവലുകൾ, നവര, രക്തശാലി, മുളയരി, വിവിധ ഇനം ഹെൽത്ത് ഓറിയൻറ്റഡ് അരികളും ഞങ്ങളുടെ സ്ഥാപനത്തിലുണ്ട്. അതുപോലെ മില്ലറ്റിൻ്റെ 9 ടൈപ്പ് മില്ലറ്റ്സും അരികളും ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നു. പ്രോട്ടീനും ഫൈബറും ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ മില്ലറ്റ് നമുക്ക് വളരെ ഷുഗർ ഉള്ളവർക്കും ധാരാളമായി കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1.5 വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം 40ഓളം എക്സിബിഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് മറ്റുള്ളവരും കൂടെ അറിയത്തക്ക രീതിയിലാണ് ഞാൻ ഈ എക്സിബിഷനിൽ പങ്കെടുക്കുന്നത്. എക്സിബിഷനിൽ എനിക്ക് ഏകദേശം കുടുംബശ്രീയുടെ എക്സിബിഷന്, പിന്നെ വ്യവസായ വകുപ്പിൻ്റെ എക്സിബിഷൻ, കൃഷി വകുപ്പിൻ്റെ ഇതിലെല്ലാം ഞാൻ പങ്കെടുക്കാറുണ്ട്. ഇതെനിക്ക് വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്ഥാപനത്തിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ എനിക്ക് ധാരാളം നല്ല വിൽപ്പനയും നടന്നിട്ടുണ്ട്. പിന്നെ കേരളം മുഴുവൻ എൻ്റെ പ്രോഡക്റ്റുകൾ അയച്ചു കൊടുക്കാറുണ്ട്. കൊറിയർ സർവീസിലൂടെ അയച്ചു. നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് പാലക്കാട് കൊടുവായൂർ അഗ്രഹാരത്തിലാണ്. അഗ്രഹാരം റെസിപ്പിയിലാണ് നമ്മൾ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത്. ഒരു 33 വർഷത്തിന് മേലെയായിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് ഇതിൻ്റെ ഈ KSP അയ്യർ എന്ന് പറയുന്ന ഈ ബ്രാൻഡിൻ്റെ ഒരു ഫ്രാഞ്ചൈസിയാണ് എടുത്തിട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ തിരുവമ്പാടി അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നിലും തന്നെ ഫുഡ് കളറോ അതേപോലെ അജിനോമോട്ടോ അങ്ങനെ പ്രിസർവേറ്റീവ്സുകളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. നമ്മൾ പാരമ്പര്യമായിട്ടുള്ള രീതിയിലുള്ള അതേ റെസിപ്പിയിൽ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഐറ്റംസിൽ കൂടുതലും നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പാം ഓയിൽ അതുപോലത്തെ ഓയിലുകളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ അച്ചാറുകളിലായാലും നമ്മൾ വിനാഗിരി പോലത്തുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധനങ്ങൾക്ക് പൊതുവെ ലൈഫ് കുറവാണ്. എൻ്റെ പേര് വിഘ്നേഷ് എന്നാണ്. സ്വദേശം പാലക്കാട് കൊടുവായൂർ അഗ്രഹാരം. ഈ സ്ഥാപനത്തിൻ്റെ പേര് KSP അയ്യർ സ്വീറ്റ്സ് എന്നാണ്. ഈ സ്ഥാപനം തുടങ്ങി വെച്ചത് മുത്തശ്ശിയായിട്ടാണ്. അച്ഛനും ചെറിയച്ഛനാണ് ആ സ്ഥാപനത്തിനെ അതിനെ പാർട്ട്ണർഷിപ്പാക്കി മാറ്റി. അവർ രണ്ടുപേരും മുത്തശ്ശിയുടെ വഴിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ 3ാമത്തെ തലമുറ ഞങ്ങൾ ഏറ്റെടുത്ത്, ഞാനും എൻ്റെ അനിയനെ ഏറ്റെടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നാടൻ പലഹാരം, അഗ്രഹാരം ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈദ ഉപയോഗം ഇല്ല, പ്രിസർവേറ്റീവ് ഇല്ല, നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ടേസ്റ്റ് എൻഹാൻസേഴ്സ് നമ്മൾ ചേർക്കുന്നില്ല, അതേപോലെ ഫുഡ് കളേഴ്സ് ഇല്ല. ഇങ്ങനത്തെ ഒരു പ്രത്യേകതരാണ് നമ്മളുടെ ഒരു വിഷയം. പിന്നെ വെളിച്ചെണ്ണ കൊണ്ടുണ്ടാക്കുന്ന പലഹാരങ്ങൾ അധികമുണ്ട്. മാർക്കറ്റിൻ്റെ നിർബന്ധം മൂലം ഓയിലും പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഈ ഉൽപ്പന്നങ്ങളുടെ ഈ വെളിച്ചെണ്ണ കൊണ്ട് ഉൽപ്പന്നങ്ങളുടെ ആയുസ് കുറവാണ്. ഇപ്പം നമ്മളിപ്പോൾ മാർക്കറ്റ് വെക്കുമ്പോൾ തന്നെ നമ്മൾ മാർക്കറ്റ് ഓൺ ഷോപ്പായിട്ട് കൊടുവായൂർ ഉണ്ട്. ഇപ്പം റീസെൻ്റായിട്ട് തൃശ്ശൂർ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. ഇത് ഷെൽഫ് ലൈഫ് കൂട്ടാനുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഞങ്ങൾക്കുണ്ട്. അതേപോലെ തന്നെ ഇതിന് എന്തൊക്കെയാണ് സപ്പോർട്ട് കിട്ടുക, ഇതിനിപ്പോൾ മാനുഫാക്ചറിങ് യൂണിറ്റ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. ഫണ്ട് വളരെ പ്രശ്നമാണ്, സാമ്പത്തികമായിട്ട് വളരെ. കാരണം ഇന്ന് മാർക്കറ്റ് വളരെയധികം കോമ്പറ്റീറ്റീവ് ആണ്. അതേപോലെ തന്നെ വളരെ കലപ്പടവും മാതൃകപരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളല്ല. ഇപ്പം മില്ലറ്റ്സിനെ കുറിച്ച് കുറേ വന്നിട്ടുണ്ട്. പക്ഷെ അതേപോലെ നിറയെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അതേപോലെ ടേസ്റ്റ് കൂട്ടാനുള്ള പ്രാധാന്യം കൊണ്ടുവരിക, അങ്ങനെ കാര്യങ്ങൾ, ഫ്ലേവേഴ്സ്, എൻഹാൻസേഴ്സ് ഒക്കെ കൂട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. നാടൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകണം. ആ നാടൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകണമെങ്കിൽ മാർക്കറ്റിൽ എത്തണമെങ്കിൽ അതിന് നമുക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം പ്രശ്നമാണ്. കാരണം ഇതിൻ്റെ മാർജിൻ വളരെ കുറവാണ്, പിടിച്ചു നിൽക്കാനാവില്ല. കാരണം പൈസ അധികം കൂട്ടാൻ പറ്റില്ല, ചെറിയ മാർജിനിലാണ് നമ്മൾ സെയിൽസ് ചെയ്യുന്നത്. രണ്ടാമത്
ഇത് കുറച്ച് എക്സ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് എല്ലാവരും എത്തിക്കുക പറഞ്ഞാൽ ഇതിൻ്റെ ലൈഫ് വളരെ കുറവാണ്. അപ്പോൾ ആ ലൈഫ് എങ്ങനെ കൂട്ടാൻ പറ്റും, അതിനെക്കുറിച്ചുള്ള നമുക്ക് വ്യവസായ വകുപ്പിയുടെ സഹായം ആവശ്യമുണ്ട്. അതേപോലെ ഇതിന് സബ്സിഡി മിഷനറീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ട്, അതിനുള്ള സപ്പോർട്ട് വേണം. അതേപോലെ ഇതിന് ഈ പാക്കിങ് കാര്യങ്ങൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കണമെന്നുണ്ട്, അതിനൊക്കെ സർക്കാരിൻ്റെ സഹായം കിട്ടിയാൽ വളരെ ഉപകാരമാണ്. ഇതാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ നമ്മൾ 4 തരം ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. മെയിനായിട്ട് അച്ചാറ്, കൊണ്ടാട്ടങ്ങൾ, വറവുകൾ, അതേപോലെ മധുരപലഹാരങ്ങൾ. കുറേ 10-20 വർഷത്തിന് മുകളിലായി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും അധികം നമുക്ക് ചിലവുള്ള സാധനങ്ങൾ അച്ചാറുകൾ നന്നായി ചിലവാകുന്നുണ്ട്. അതേപോലെ നമ്മളുടെ പലഹാരങ്ങൾ നമുക്ക് നല്ല സപ്പോർട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല, മൗത്ത് ടു മൗത്ത് ജനങ്ങൾ അറിഞ്ഞ് വരുന്ന കച്ചവടമാണ് നമുക്കുള്ളത്. അത് കുറച്ചുകൂടി നമുക്ക് മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സാമ്പത്തികമായിട്ടുള്ള നെരുക്കടി കൊണ്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് അതിനെ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എൻ്റെ പേര് പ്രാൺ ടി വി. ഞാൻ നോർത്ത് പറവൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരാണ് വിബോൺ ഫുഡ് പ്രൊഡക്ട്സ്. ഞങ്ങളുടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 4 വർഷത്തോളം ആയിരിക്കുകയാണ്. ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങളുടെ പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ മിക്സ്ചർ ഐറ്റംസ്, കായോർത്തത്, കപ്പോർത്തത്, അതുള്ള സ്നാക്ക് ഐറ്റംസാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏകദേശം 3-4 രാജ്യത്തോളം നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. അടുത്തായി പുതിയ രാജ്യങ്ങളിലോട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഞങ്ങളുടെ മെയിൻ പ്രൊഡക്റ്റ് വരുന്നത് അച്ചപ്പമാണ്. അച്ചപ്പം അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ തനതായ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ലോകത്തിലുള്ള എല്ലാ വീടുകളിലോട്ടും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മോട്ടോ. ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറച്ചുകൂടി കൂടുതൽ ആൾക്കാരോട്ട് എത്തിക്കുക, പുതിയ ആൾക്കാരെ കയ്യിലെത്തിക്കുക, പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ എക്സിബിഷന് വന്നിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു എക്സിബിഷനാണ്. ഞങ്ങൾ പ്രതീക്ഷകളും ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കസ്റ്റമേഴ്സ് ആയാലും ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകരായാലും നല്ല രീതിയിലാണ് ഞങ്ങളുടെ അടുത്ത് പ്രതികരിച്ചിട്ടുള്ളത്. കൂടുതൽ നല്ല രീതിയിലും ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിലും നമ്മൾ എത്തിച്ചേരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹായ്, എൻ്റെ പേര് ആർദ്ര അനിൽ. ഞാൻ ആക്ച്വലി ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറാണ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ആർദ്രതം ട്രീറ്റ്സ് എന്നാണ്. നമ്മൾ ആക്ച്വലി കോട്ടയം ബേസ്ഡ് ആണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2.5 വർഷമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മുടെ പ്രോഡക്ട്സ് വരുന്നതെന്ന് വെച്ചാൽ ജാതിക്ക സ്ക്വാഷാണ്. പിന്നെ നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ സ്ക്വാഷ് ഉണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വാല്യൂ ആഡഡ് പ്രോഡക്ട്സിലാണ്. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ശംഖുപുഷ്പം എടുക്കുകയാണെങ്കിൽ ഒരു ഫ്ലവർ ആയിട്ട് മാത്രം കണ്ടിരുന്ന, അല്ലെങ്കിൽ ഒരു സാധനത്തിന് നമ്മൾ കൂടുതലായിട്ട് അതിൽ വാല്യൂ ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ജാതിക്ക ആണെങ്കിൽ ജാതിക്കയുടെ തൊണ്ട് മിക്കവരും ഇപ്പോൾ ജാതി തോട്ടമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് വലിച്ചെറിയാണ്. പക്ഷെ ഇതിൽ ഒത്തിരി അധികം ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതാണ്. എസ്പെഷ്യലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൈജഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. സോ അതിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. എൻ്റെ പേര് ബിന്ദു കൃഷ്ണൻ. BK ഹെർബൽ പ്രൊഡക്ട്സ് എന്നാണ് എൻ്റെ ഫേമിൻ്റെ പേര്. ചോറ്റാനിക്കരയിൽ നിന്നാണ് വരുന്നത്. നമ്മൾക്ക് ബേബി ഫുഡ് ഉണ്ട്, ഹെൽത്ത് മിക്സസ് ഉണ്ട്, ബയോട്ടിൻ ന്യൂട്രി മിക്സ് ഉണ്ട്. അപ്പം അതെന്ന് പറയുന്നത് നട്ട്സിൻ്റെയും സീഡ്സിൻ്റെയും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ബെറീസിൻ്റെയും ഒക്കെ മിക്സാണ്. പിന്നെ എല്ലാ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സും നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മുരിങ്ങ ക്യാപ്സൂൾസ്, മുരിങ്ങ പൗഡർ, അശ്വഗന്ധയുടെ പൗഡർ, അശ്വഗന്ധയുടെ ക്യാപ്സൂള്, ബ്രഹ്മി, അങ്ങനെ എല്ലാവിധ ക്യാപ്സൂൾസ് ഉണ്ട്. അതിൻ്റെ എല്ലാം പൗഡേഴ്സും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ ബേബി ഫുഡിൻ്റെ എല്ലാം വാല്യൂ ആഡഡ് ആയിട്ട്, അതായത് നട്ട്സ് ചേർന്നതും മുരിങ്ങ പൗഡർ ചേർന്നതും, അതുപോലെ തന്നെ ആൽമണ്ടിൻ്റെയും മുളപ്പിച്ച റാഗിയുടെയും ഒക്കെ കോമ്പിനേഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ സ്പൈസസ് ചെയ്യുന്നുണ്ട്. സ്പൈസസിൻ്റെ തന്നെ ഗരം മസാല, അതുപോലെ തന്നെ കപ്സ മസാല, പിന്നെ പല വെറൈറ്റി കറുവാപ്പട്ട തന്നെ സെയിലോണ്, മറ്റേ കാസിയ, തേനിൻ്റെ അതുപോലെ തന്നെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രാഗൺ പുട്ടുപൊടി, അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ പുട്ടുപൊടി, ക്യാരറ്റിൻ്റെ പുട്ടുപൊടി, മുരിങ്ങ, അങ്ങനെയുള്ള എല്ലാ വാല്യൂ ആഡഡ് ആയിട്ടുള്ള പുട്ടുപൊടീസും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം കുറേയേറെ പ്രൊഡക്ട്സ് ഉണ്ട്. ഒപ്പം ഹെർബൽ കോസ്മെറ്റിക്സും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നത് അഗ്രോ ഫുഡിൻ്റെ ആയതുകൊണ്ട് ഫുഡ് ഐറ്റംസ് ആണ് കൊണ്ടുവന്നത്. അതുപോലെ ഡേറ്റ്സ്, നട്ട്സ്, ബെറീസ് എല്ലാം അവൈലബിൾ ആണ്. എൻ്റെ പേര് അജയ് സാബു, ഗ്രാമിക ഫുഡ്സ്, പാലക്കാട്. നമ്മൾ ഉണ്ടാക്കുന്നത് നെല്ലിക്ക സ്ക്വാഷുകളാണ് മെയിനായിട്ട് നമുക്ക് പോകുന്നത്. നെല്ലിക്ക കാന്താരി സ്ക്വാഷ്, പാഷൻ ഫ്രൂട്ട്, ജിഞ്ചർ ലൈം, നറുമീൻഡി,
അങ്ങനെ ഒരു 8 ഗ്രേപ്പ്, അങ്ങനെ ഒരു 8 തരം സ്ക്വാഷുകളാണ്. പിന്നെ പിക്കിൾസ് ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ റെഡി ടു ഡ്രിങ്ക് ജ്യൂസ് ഉണ്ട്, മില്ലറ്റിന്റെ പൗഡർ ഉണ്ട്. അതൊക്കെ ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെയിൽ നമുക്കുണ്ട്. ഇപ്പം നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നെല്ലിക്ക കാന്താരിയാണ്. അതൊരു 10 രാജ്യത്തേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് അല്ല, വേറെ ഏജൻസി മുഖേന. അതാണ് ഇപ്പം നമുക്ക് നല്ല വരുമാനമുള്ളത്. ബാക്കി നമ്മൾ കേരളത്തിലും കുഴപ്പമൊന്നുമില്ല. ഒരു 4 ബ്രാൻഡിന് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്ന് നമ്മുടെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുക. നമ്മളെല്ലാം അഗ്രോ ഫുഡ് പ്രോയ്ക്കും പോകാറുണ്ട്. വർഷങ്ങളായിട്ട് ഇത് തുടങ്ങിയ നാളും നമ്മൾ പോകാറുണ്ട്. എൻ്റെ സ്ഥാപനം തുടങ്ങിയിട്ട് 8.5 വർഷമായി. വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനിക്കാരല്ലാതെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ പ്രോത്സാഹിപ്പിച്ചാൽ അവർക്കൊരു ഒരു സ്ഥിര വരുമാനമാകും. അവർക്കൊരു മാർക്കറ്റിങ്, അല്ലെങ്കിൽ ആ ഒരു ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനത്തിലേക്ക്, ഇപ്പോൾ അഗ്രോയുടെ തന്നെ ഓരോ ഹൈപ്പർ മാർക്കറ്റൊക്കെ ഇല്ലേ, അതുപോലെയൊക്കെ അതിലേക്കൊക്കെ നമ്മുടെ പ്രൊഡക്റ്റുകൾ എടുക്കുക, കുടുംബശ്രീയുടെ ഇതിലേക്ക് എടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു സന്തോഷമായിരിക്കാം. ഓരോ സംരംഭകർക്കും അതൊരു എന്താ പറയാ, മെച്ചപ്പെട്ട ഒരു അനുഭവം ആയിരിക്കും അത്. ഞാൻ യേശുദാസൻ. ആൻഡ്രോസ് ഹോം മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഹോം മെയ്ഡ് പ്രൊഡക്ട്സ് ആണ്, ഭക്ഷ്യസാധനങ്ങളാണ് അധികവും. അതിൽ തൃശ്ശൂരാണ് എൻ്റെ സ്ഥലം. ഞങ്ങൾക്ക് ഹോം മെയ്ഡ് നാച്ചുറൽ ആയിട്ടുള്ള അച്ചാറുകൾ, പിന്നെ ചുക്ക് കാപ്പി, അറബിക്ക കോഫി ബീൻ, ഞങ്ങളത് പൊടിച്ച് ഞങ്ങളുടെ പ്യൂർ കോഫി ഉണ്ട്, പ്യൂർ ടീ ഉണ്ട്, അതൊക്കെ റീപാക്ക് ചെയ്യുന്നതാണ്. അച്ചാറുകളില്ലാത്ത അച്ചാറുകളുണ്ട്, പുളിയിഞ്ചി ഉണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഐറ്റംസ്. ഞങ്ങളൊരു 5 വർഷത്തോളമായിട്ടുണ്ട് മേഖലയിൽ വന്നിട്ട്. കോവിഡ് കാലത്ത് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള സംരംഭമാണ്. ഇപ്പോൾ ഇങ്ങനെ ഫുൾ ടൈം എക്സിബിഷനിലായിരിക്കും. എക്സിബിറ്ററാണ്. ആൻഡ്രോസ് ഹോം മെയ്ഡ്, ആൻഡ്രോസ് പ്രൊഡക്ട്സാണ് ഞങ്ങൾ വിൽക്കുന്നത്. പിന്നെ ചക്ക വരട്ടി, പൈനാപ്പിൾ വരട്ടിയത്, അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഹൽവകൾ, സിറപ്പുകൾ, അതൊക്കെ ഉണ്ടാവും. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ജോലി തന്നെ ഫുള്ള് എക്സിബിഷനാണ്. ഓൾ ഇന്ത്യ എക്സിബിറ്ററായിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും പോകും. സർക്കാരിൽ നിന്ന് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സംരംഭങ്ങൾ നടത്തിക്കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഞങ്ങൾക്ക് ഈ എക്സിബിറ്റേഴ്സിൻ്റെ, ഇതുപോലെ സംരംഭകരുടെ എക്സിബിറ്റേഴ്സിൻ്റെ ആയിട്ടൊരു കൂട്ടായ്മയുണ്ട്, നമ്മുടെ ചന്ത എന്ന് പറഞ്ഞിട്ട്. അത് രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല, രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് അത്തരത്തിൽ നമുക്ക് ആ ഒരു സംരംഭം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് എക്സിബിഷൻ വെച്ച് പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചിലതൊക്കെ ചെയ്യാറുണ്ട്, ഇടയ്ക്കൊക്കെ ചിലത് ചെയ്യാറുണ്ട്. അതിനെന്തെങ്കിലും സർക്കാരിൽ നിന്നും വല്ല ഗ്രാൻഡോ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ട്. എല്ലാ മാസവും ഒരു 2 ഈവൻറ്റ് വെച്ചിട്ട് നടത്തി പോകണമെന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സംരംഭകർക്കൊക്കെ പങ്കെടുക്കാവുന്ന ഒരു പദ്ധതിയാണത്. എൻ്റെ പേര് ഷിഹാബ്. ഞാൻ വരുന്നത് ആലുവയിൽ നിന്നാണ്. ഞങ്ങൾ 4 ഫ്രണ്ട്സ് ചേർന്നിട്ടാണ് ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഞങ്ങളുടെ ബ്രാൻഡിന്റെ പേര് ഹഗ്ഗി ബൈറ്റ്സ് എന്നാണ്. ഞങ്ങളുടെ കറന്റ് ഉള്ള പ്രൊഡക്റ്റ് എനർജി മിക്സ് ആണ്. കറന്റ് ഞങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇറക്കാനുള്ള കാരണം, കറന്റ് യങ്സ്റ്റേഴ്സിന് ഇടയിൽ വറവുരു പോലത്തെ കുറേ ഐറ്റംസ് ആണ് അവർ സ്നാക്കായിട്ട് കഴിക്കുന്നത്. ആൻഡ് ഞങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇറക്കാനുള്ള മെയിൻ കാരണം, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരുന്ന ടൈമിൽ അവരുടെ സ്നാക്കിംഗ് ബിഹേവിയർ മാറും. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും നല്ലൊരു ഹെൽത്തി സ്നാക്ക് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രൊഡക്റ്റ് കറന്റ് ഞങ്ങൾ സിംഗിൾ പ്രൊഡക്റ്റ് ആണ് നിൽക്കുന്നത്, എനർജി മിക്സ് ആണ് പ്രൊഡക്റ്റ്. ആൻഡ് അതിൽ വരുന്നത് കാഷ്യൂ, ആൽമണ്ട്, ബദാം, അതേപോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അതിൽ മിക്സ് ആയിട്ട് വരുന്നത്. ആൻഡ് ഇതിൽ നമ്മുടെ മെയിനായിട്ട് ഹൈലൈറ്റ് പറയുന്നത് 60% നട്ട്സ് ആണുള്ളത്. അതിൽ കറന്റ് മാർക്കറ്റിലുള്ളതിൽ വെച്ചിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൽ ഏറ്റവും കൂടുതൽ നട്ട്സ് ആണുള്ളത്.